ബേസ് നമ്മൾ എല്ലാ മേഖലയിലും ഏകദേശം നമ്മൾ ഫുട് പ്രിന്റ് ആയിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് കിട്ടാവുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെലിക്കേറ്റ് ആയ രോഗികളെ അങ്ങനെ ചികിത്സിക്കുമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഹാർട്ടിൻ്റെ മരുന്ന് കഴിക്കണവർ, സ്ട്രോക്കിൻ്റെ മരുന്ന് കഴിക്കണവർ, അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്ട്രോക്കും സംസാരിക്കുമ്പോൾ തന്നെ വിറയലൊക്കെ ആയിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരു കേസ് നമ്മൾ ഏകദേശം 3-4 മാസം മുന്നേ ഞാൻ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബാലൻസിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നു. പിന്നെ അവർ 8.9 ആയിരുന്നു HbA1c. അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരെ കണ്ടാലും പ്രമേഹം എന്നുള്ളത് സർവത്ര സർവ്വവ്യാപിയായ ഒരു കാര്യമാണ്. നിങ്ങൾ വെൽനെസ്സിൻ്റെ ആൾക്കാരാണ്. ഈ വെൽനെസ്സിൻ്റെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെൻ്റൽ രോഗമാണ് ഈ എന്ത് പറയാ പ്രമേഹം. 8 മഹാരോഗങ്ങളിലാണ് പ്രമേഹത്തെ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രമേഹം നേരത്തെ പ്രീ ഡയബറ്റിക് എന്നുള്ള അവസ്ഥയിൽ തുടങ്ങി, വിശപ്പും ദാഹവും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തുടങ്ങി, ഒരുപാട് തീറ്റ ഡിസോർഡർ ആയി പോകുന്നു, പിന്നെ പ്രമേഹം വരുന്നു, പിന്നെ ഗുളിക കഴിച്ചാൽ തൽക്കാലത്തേക്ക് ഡോക്ടർമാർക്ക് വേണ്ടി 3-4 മാസത്തേക്ക് കുറച്ച് നിയന്ത്രണം കാണും. അത് കഴിഞ്ഞാൽ ടോട്ടലി നിങ്ങൾ ശരിക്കും ഒരു സർവേ നടത്തുകയാണെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് ആണ് 90%. അതായത് ഇവർക്ക് ഫാസ്റ്റിങ്ങിൽ 200-300 കാണും, 240 കാണും. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാലാണെങ്കിൽ അതിലേറെ കാണും. 2-3 നേരം ഗുളിക മാറ്റിയിട്ടുണ്ടാവും. ഡബിൾ ഗുളിക രാവിലെ വൈകുന്നേരം കഴിക്കുന്നുണ്ടാവും, 1000ന്റെ ഗുളിക കഴിക്കുന്നുണ്ടാവും. ഇതാണ് സീൻ. അപ്പൊ അങ്ങനെയുള്ള കേസ് ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഏകദേശം 8.9 HbA1c ആൾക്കാരെ ഒരു ബഞ്ച് ഓഫ് പ്രോബ്ലംസ് ആയിട്ടാണ് ഈ ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പ്രോബ്ലം ആണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ ആയുർവേദത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അഷ്ടാംഗ ആയുർവേദം എന്ന് പറഞ്ഞാൽ എല്ലാ ബ്രാഞ്ചസും ഉണ്ട് അതിൽ. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് രോഗി വന്നു, അയാൾക്ക് വേറെ ചില പ്രശ്നങ്ങൾ, കണ്ണിലിരുട്ട് കയറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ BP ഗുളിക കഴിച്ചാലും BP അപ്പ് ആൻഡ് ഡൗൺ ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. അത്ര ഡെലിക്കേറ്റ് ആയ കേസുകൾ പോലും നമ്മൾ കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഹാൻഡിൽ ചെയ്തിട്ട് കൃത്യമായ ഒരു 4 മാസത്തെ കാലയളവ് കഴിഞ്ഞിട്ട് 8.9 എന്നുള്ള അവസ്ഥയിൽ നിന്ന് 5.9 നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആദ്യത്തെ സെക്ഷൻസിൽ തന്നെ ഒരു 100 യൂണിറ്റ് ഗ്ലൂക്കോസിൽ ഇമ്പ്രൂവ്മെന്റ് വരികയും അടുത്ത യൂണിറ്റിൽ 70-80 ഇമ്പ്രൂവ്മെന്റ് വരികയും ചെയ്തു. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം പേഷ്യന്റ് വരുമ്പോൾ കാണിച്ചു കൊടുക്കും, നമുക്ക് 100 യൂണിറ്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടോ. ഇത് ആർക്കാ പറഞ്ഞു കൊടുക്കുന്നത്? 80 വയസ്സായ ആൾക്കാർ. കാലനക്കാൻ പറ്റാത്ത 80 വയസ്സായ ആൾ കാലനക്കാൻ പറ്റി, ഡ്രൈവ് ചെയ്ത് പള്ളിയിൽ പോകുന്നു, ഇപ്പോൾ സന്തോഷവാനാണ്, പിന്നെ നമ്മളുമായി കോപ്പറേറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കടല് പോലെ. അപ്പോൾ നമ്മൾ മത്സ്യം പിടിക്കാൻ എങ്ങനെ പോവാ? ബീച്ചിൽ നേരെ ബോട്ടെടുത്ത് പോവില്ല. ആ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വെൽനസിന്റെ ആൾക്കാരായ നിങ്ങൾക്ക് ഓരോ ബോട്ടിൽ, സസ്യസ്ബെരി ബോട്ടിൽ നിങ്ങൾ പോവുക, കണ്ണുടത്തൊക്കെ അയിലേയും മത്തിയാണെന്ന് വിചാരിച്ചാൽ മതി. കാണുന്നിടത്തൊക്കെ പ്രമേഹമാണ്. പ്രമേഹം കടല് പോലെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഹെൽപ്പ് വേണ്ട ആൾക്കാർ ഇങ്ങനെ ഒന്നും അറിയാതെ കാത്തിരിക്കുക. അപ്പോൾ പ്രമേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കംപ്ലൈന്റുകളും നമ്മളിപ്പോൾ ചെറിയ ചെറിയ എഡ്യൂക്കേഷൻ വീഡിയോസ് ഇറക്കുന്നുണ്ട്. അതിൽ പ്രമേഹം എന്താണ്, ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്നുണ്ട്, ഡയബറ്റീസിന്റെ പല പല കോംപ്ലിക്കേറ്റഡ് അവസ്ഥകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, പ്രധാനമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈ ലെവൽ റേറ്റ് ഓഫ് സക്സസ് ഉണ്ട്. ഇനിയിപ്പോൾ ചോദിക്കാം, ഇൻസുലിൻ തീരെ ഇല്ലാത്ത ടൈപ്പ് 1 നിങ്ങൾക്ക് വിജയം ഉണ്ടോ? ആ വിജയം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി എനിക്ക് കണ്ണ് കാണില്ല, പാരഗ്രാഫ് വായിക്കാൻ പറ്റില്ല എന്നറിഞ്ഞ് വന്നു. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ കണ്ണിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുത്തു, അതുമായി ബന്ധപ്പെട്ട കുറച്ച് മരുന്നുകൾ കൊടുത്തു. പിന്നെ ഡയബറ്റിക് റിവേഴ്സലാണ് ഫണ്ടമെന്റലായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ 15 പ്ലസ് 20 യൂണിറ്റ് എക്സ്ട്രാ കിടന്നുറങ്ങുമ്പോഴുള്ള ഗ്ലൂക്കോസ് കൂടി കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുത്ത ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഗ്ലൂക്കോസ് എത്രയായിരുന്നു അറിയും? ഫാസ്റ്റിങ്ങിൽ 300-400 അടുത്ത് ഭക്ഷണം കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കണ്ണ് നശിക്കാൻ പോകണമെന്ന് കാണിക്കുകയാണ് കണ്ണ്. അപ്പൊ ഞാൻ 19 വയസ്സായി, 12ാം വയസ്സിലാണ് എനിക്ക് ടൈപ്പ് 1 പ്രമേഹം വന്നത്. പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് എന്താ റിസൾട്ട് ഉണ്ടായത്? 5-7-7 ആക്കി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 5 യൂണിറ്റ് ഇൻസുലിൻ മിനിമം ഉണ്ടാവും. ആ മിനിമത്തിൽ ഇവർക്ക് ഗ്ലൂക്കോസ് കൺട്രോൾ കിട്ടുന്നുണ്ട് ഇപ്പോൾ. മനസ്സിലായി? അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ നമുക്ക് ഒരുപാട് ജീവിത നിലവാരം
അവയവനാശത്തെ തടയാൻ പറ്റി. ആ കുട്ടിക്ക് പിന്നെ ഒരു 72 കിലോയിലേക്ക് ഇൻസുലിൻ അടിക്കണോണ്ട് വെയിറ്റ് ഇങ്ങനെ ചീർത്ത് വരികയായിരുന്നു. അതൊരു 6 കിലോ കറക്റ്റ് വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കൂടാതെ 5-5-7 ഈ 5-5-7 ആയപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, എക്സാം കഴിഞ്ഞ് വരുമ്പോൾ 11 മണിക്കും 1 മണിക്കും ഷുഗർ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞ ഇതേപോലെ വൈകുന്നേരം തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ അറിയില്ല, അവരെ പാൻക്രിയാസ് സ്വന്തം ഉൽപാദനം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ആയുസ് വെൽനസ് ഹോസ്പിറ്റൽ വളരെ സൂക്ഷ്മതയോടുകൂടി അലോപ്പതി മരുന്നുകൾ പറ്റിക്കുന്നത് എവിടെയാണ് അത് ഉപയോഗം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ധൃതിയുമില്ലാതെ കൃത്യമായ കാര്യങ്ങൾ ട്രാൻസ്പറൻ്റായി പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്താണെന്നറിയോ, ആ പേഷ്യൻറ്റിനും നല്ല ഒരു സ്ഥലത്തെത്തി നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനായി എന്നുള്ള എയിമുണ്ടാവും. അപ്പോൾ അങ്ങനെയാണിത്. അപ്പോൾ ഇതിൻ്റെ ടൈം അൺലിമിറ്റഡ് ആണെന്നാണ് ഞാൻ നമുക്ക് ആകർഷണീയമായിട്ട് പറയണത്. ഇപ്പോൾ പ്രമേഹത്തിൻ്റെ എന്താണ് പ്രശ്നങ്ങൾ? കൈകാലിൽ വിരലുകൾ മുറിക്കുക, കണ്ണിന് കാഴ്ചയില്ലാതെയാവുക. ഇപ്പോൾ ലോറി ഡ്രൈവർ, എനിക്ക് ലൈസൻസ് കിട്ടണില്ല എന്ന് പറഞ്ഞത്, അങ്ങനെ പല 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 പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആയുർവേദത്തിൽ കൃത്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. പിന്നെ IP OP ആയിട്ടുള്ള കേസുകൾ ധാരാളമുണ്ട്. ന്യൂറോപ്പതി, കാലിലേക്ക് തൊട്ട അറിയണില്ല, തരിപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന കേസുകളുണ്ട്. ഇതൊക്കെ ഏർലി ആയിട്ട് നല്ല സംഭാഷണത്തിലൂടെ നമുക്ക് പിടിക്കാൻ സാധിക്കും. അവസാനമായി ഞാൻ പറയാണ്, നിങ്ങൾ എവിടെയെങ്കിലും അലോപ്പതി ഡോക്ടർമാർ വെൽനെസിന്റെ കോച്ചുകളെ കളിയാക്കുന്നതായിട്ടോ വിമർശിക്കുന്നതായിട്ടോ കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ, അവർ ചികിത്സിക്കണം പ്രമേഹം 300-400 പിരിക്കുന്നത്. വെൽനസ് കോച്ചുകൾ രാവിലെയും വൈകുന്നേരം പുട്ട് കഴിച്ചോ മറ്റേ കഴിച്ചോ എന്ന് വിളിച്ച് ചോദിച്ചാൽ ഇവർക്ക് കുറച്ച് എളുപ്പമാവും. അവരുടെ മരുന്ന് ഒരു 50 യൂണിറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വെൽനെസിന്റെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശക്തി ആർജിക്കാൻ പോണ ഒരു യുഗമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഈ ഗോവർദ്ധനം എന്ന് പറയില്ലേ എന്ന് പറയണ മാതിരിയാണ്. അപ്പോൾ നമ്മൾ ഫിസിഷ്യൻസോ ഹോസ്പിറ്റൽസോ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ബോധനം എന്നുള്ളത് സാമൂഹ്യ ലെവലിലേക്ക് വരണം, സാമൂഹ്യ മാറ്റമായിട്ട് തന്നെ വരണം. അപ്പൊ നിങ്ങളൊക്കെ അതിൽ വലിയ പങ്കാളികളാണെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം രാവിലെ നിങ്ങൾ എണീക്കാൻ. ഇപ്പൊ ഉമ്മ വിചാരിക്കുകയാണ്, ഒരു 1000 ആൾക്കാരെ കാല് മുറിക്കാൻ തടയണ ഒരു സംഗതിയാണല്ലോ, ഞാനും ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. സർക്കുലേഷന്റെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ ബോധവൽക്കരിക്കാൻ. അങ്ങനെ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിൽ ബോധനം ചെയ്താൽ അത് നമുക്ക് നല്ല രീതിയിൽ ഇൽനെസ് ടു വെൽനെസ് എന്നുള്ള നമ്മുടെ ഒരു മോട്ടോ അനുസരിച്ച് സർവീസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാം കൊണ്ടും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് സമൂഹത്തിൽ. ഇപ്പോൾ കേരളത്തിൽ ഒട്ടാകെ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്, എല്ലായിടത്തും നമ്മളുടെ സാന്നിധ്യം സർവീസസും ഉണ്ട്. അതേ സമയത്ത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് കൊച്ചിയിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഓൺലൈൻ സർവീസ്, ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുക, ഓൺലൈനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ സംസാരിച്ചു കൊടുക്കുക, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു ഡ്യൂട്ടി സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഡ്യൂട്ടി സെൻസിൽ കാര്യങ്ങളെ മുഴുവനും കാണുകയാണ്. ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമുക്ക് ഈ ഇപ്പൊ പറഞ്ഞ 8.9 കിട്ടുന്ന എത്ര കോടികളാണ് ഇവിടെ ഉള്ളത്? 8.9, 10, 10.5 HbA1c ഉള്ള എത്ര ആൾക്കാരാണ് അവിടെ ഉള്ളത്? ഇപ്പൊ HbA1c ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പൊ ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ പല ഈ റീൽസ് ഒക്കെ കണ്ടിട്ട് HbA1c ഇമ്പ്രൂവ് ചെയ്യണം, HbA1c ഇമ്പ്രൂവ് ചെയ്യണം. HbA1c ആണ് നമുക്ക് ഇമ്പ്രൂവ് ആയിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്കകം. അത് മാത്രമല്ല, പേഷ്യന്റിന്റെ മിക്ക കംപ്ലൈന്റുകളും ന്യൂറോപ്പതി കംപ്ലൈന്റ് തൊട്ടിട്ട് ബാലൻസിന്റെ കംപ്ലൈന്റ് തൊട്ടിട്ട് എല്ലാം നമുക്ക് ഹോസ്പിറ്റൽ സർവീസിലൂടെ നല്ല റിസൾട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ സമൂഹത്തിലേക്ക് ഒരു നല്ല ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഇത്. വേറെ ഏതെങ്കിലും അലോപ്പതി ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയണില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്രിവെൻഷൻ എന്നുള്ളതിൽ നമുക്ക് നല്ല ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ സർവീസ്. അപ്പൊ ഞങ്ങളും വർക്ക് ചെയ്യണത് അങ്ങനെയാണ്. സാറും ഏകദേശം ഈ ഫീൽഡിന്റെ കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് പ്രോത്സാഹനപരമായ ഉപദേശങ്ങൾ തരുന്നത്. അപ്പോൾ നിങ്ങളും ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. അപ്പോൾ ആ ഒരു സീരിയസോട് കൂടി ആളുകളെ ബോധവൽക്കരിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥ വരും. നമ്മുടെ ഇതിന്റെ
വേണമെങ്കിൽ ഒരു ചെറിയ വീഡിയോ ഞാൻ ഡോക്ടർ ചെറിയൊരു 1 മിനിറ്റ്